സുജിത്ത്. എന്റെ പേരെന്തായിരുന്നു? അശ്വജിത്ത് അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഈ +2 ജേണി? ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ലൈഫ് അടിപൊളിയാണ്. ഓക്കെ, ഞാൻ രണ്ടൊക്കെ ഫെയിൽ ആയിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ പോകുന്നത് നമ്മുടെ ക്യാമ്പസിൽ എങ്ങനെയാണ് സുജിത്ത് അറിഞ്ഞത്? ഓക്കെ, എങ്ങനെയായിരുന്നു നമ്മുടെ ക്യാമ്പസിലോട്ട് വരാനുള്ള റീസൺ എങ്ങനെയായിരുന്നു? വിളിച്ചതാണ് അല്ലേ? ഓക്കെ ഓക്കെ, ഏത് ക്ലാസ് ആയിരുന്നു കൂടുതൽ? നമ്മൾ R1 മെത്തേഡിലുള്ള നമ്മുടെ ക്ലാസ് ഓൺലൈൻ ആയിരുന്നു, ഓഫ്ലൈൻ ആയിരുന്നു, നമ്മൾ റെക്കോർഡിംഗ് ക്ലാസ് ആണോ? ഏതാണ് കൂടുതൽ സുജിത്ത് കേട്ടത്? എല്ലാം മിക്സഡ് ആയിരുന്നു, എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു എക്സാമിൽ പോകുമ്പോൾ? ഓക്കെ, പക്ഷേ ഈ എക്സാമിന് പാസ്സാവുന്ന കോൺഫിഡന്റ് ഉണ്ടായിരുന്നോ? ഫുള്ള് കോമഡി ആണല്ലോ. പക്ഷെ എന്നാലും പാസ്സാവുന്ന കോൺഫിഡന്റ് 2 വട്ടം തോറ്റതാണെങ്കിലും ഇത് എന്റെ ഫൈനലാണ്, ഇതിൽ ഞാൻ ജയിക്കും എന്നുള്ള കോൺഫിഡന്റ് ഉണ്ടായിരുന്നു. ജയിക്കണം എന്നതിനും അല്ലേ? ഒന്നിൽ തോറ്റ മൂന്നാമത്തിൽ നമ്മൾ വിജയിക്കും എന്ന് പറയുന്നത് വെറുതെ അല്ല. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു പാസ്സായി എന്ന് പറഞ്ഞപ്പോ? എങ്ങനെ മാർക്കൊക്കെ എങ്ങനെയാണ്? ഏകദേശം മാർക്കൊക്കെ നല്ല സ്കോർ ചെയ്യാം, നല്ല അത്യാവശ്യം അല്ലേ? ഒരു സക്സസ് ആവാൻ കഴിഞ്ഞു എന്നുള്ളത് അല്ലേ? ഓക്കെ, ഇനി എന്താ ഫ്യൂച്ചർ എന്തെങ്കിലും പ്ലാനുകൾ എന്തെങ്കിലും? ഗവൺമെന്റ് ജോലി നോക്കണം, ഒരു ഡിഗ്രി വേണം ഇനി അല്ലേ? PSCയിലൊക്കെ കയറണം എന്ന് ആഗ്രഹമുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും സുജിത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഓക്കെ, മെന്റർ ശരണ്യ മിസ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മിസ്സിന്റെ ഗൈഡിങ്ങും സപ്പോർട്ടും എങ്ങനെയായിരുന്നു? അതല്ലേ? ഓക്കെ, ഫീസ് ഒക്കെ അടക്കുമ്പോ കറക്റ്റ് അല്ലേ? ഓക്കെ, ശരണ്യ എങ്ങനെയാണ് സുജിത്തിനെ കുറിച്ച് എന്താ ഒരു 2 വാക്ക് സംസാരിക്കാൻ? എന്തെങ്കിലും ഒരു നൊസ്റ്റാൾജി ഉണ്ടാവുമല്ലോ. ഓക്കെ, അഡ്മിഷൻ ആക്കി മിസ്സേ പാസ്സാവോ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാക്സിമം അവന് കഴിയുന്ന രീതിയിൽ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പാസ്സായത്. ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ശരണ്യ നമ്മൾ ഒരുപാട് കുട്ടികളെ +2 സ്റ്റുഡൻസിനെ പാസ്സാക്കി വിട്ടൊരു മെന്ററാണ് ശരണ്യ. അപ്പൊ ശരണ്യയുടെ ഈ ഒരു ലൈഫ് ജേർണിയില് ഈ സുജിത്ത് എത്രത്തിലുള്ള സ്റ്റുഡന്റ് ആണ്? അതായത് ഭയങ്കര വയലന്റ് ആയ സ്റ്റുഡന്റ് ആണോ, അത് ഭയങ്കര കൊമേഡിയൻ ആണോ, അതോ എല്ലാം പറഞ്ഞാൽ അനുസരിക്കുന്നാലും നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അന്യ ബ്രദർ ലൈക്ക് എങ്ങനെയായിരുന്നു സുജിത്തിന്റെ ഒരു സുജിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ഫ്രണ്ട്ലി ആയിട്ട് അവനോട് എന്ത് സംസാരിക്കാം. ഇനിയിപ്പോ ഒരു ഓൺലൈൻ ക്ലാസ് വരുന്നതാണ് എന്തായി വരാത്തതെന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മക്കളെ പോലെ ഇപ്പൊ എന്റെ മോനോട് ഞാൻ ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് പറയാതെ ഓരോ ഇതിലെ ഓരോ പോസിറ്റീവിലി അത് സുജിത്തിന്റെ ഫേസ് കാണുമ്പോൾ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ഒരു സിമ്പിൾ മാനർ തോന്നുന്നു. അഡ്മിഷൻ എടുത്ത കുട്ടികൾ പാസ്സാവുമ്പോ അപ്പൊ ഒരു പ്രൗഡ് ഫീലാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ മക്കള് റിസൾട്ട് വന്ന് പാസ്സാവുമ്പോ എത്ര സന്തോഷമുണ്ട്, ആ സന്തോഷത്തിലാണ് ഇന്നത്തെ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിവേ സുജിത്ത് ഇങ്ങനെ ഒരു മെന്ററിനെ കിട്ടിയതിൽ നമ്മളെ ക്യാമ്പസിൽ ഇങ്ങനെ പഠിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. സുജിത്തിന്റെ ആഗ്രഹം പോലെ PSC ഒക്കെ കിട്ടി ഗവൺമെന്റ് ജോലി കിട്ടട്ടെ അല്ലേ? വാഴ ഫിലിം ഉണ്ടോ? അപ്പൊ എന്തായാലും കാണണം, വിജയിക്കണം, സക്സസ് ആവണം കേട്ടോ. താങ്ക് യു സോ മച്ച്.